ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ സായി കൃഷ്ണ. അതെ, ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് സായി ഇപ്പോൾ ആയിരിക്കുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് കൺഫെഷൻ റൂമിലേക്ക് പോയി ബിഗ് ബോസിനോട് കാര്യങ്ങൾ താൻ പറയുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഇവിടുത്തെ ടാസ്കുകൾ ഓരോന്നും കടുകട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ടീം, ആ ടീമിന് ഞാനൊരു ബാധ്യതയായി മാറും. കാരണം ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി അവർക്കൊപ്പം ടാസ്കുകളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ പരാജയത്തിന് ഒരു പക്ഷേ ഞാൻ കാരണമായി തീർന്നാലോ എന്നുള്ള ഒരു ഗിൽറ്റ് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ കിടക്കുന്നുണ്ട്. മനുഷ്യജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ടോയ്ലറ്റിൽ നന്നായിട്ടൊന്ന് പോവുക എന്നുള്ളതാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റിഫാണ്, വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ് ടോയ്ലറ്റിൽ പോകുന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആകെപ്പാടെ ആശങ്കയിലാണ്. മാക്സിമം ഇവിടെ പിടിച്ചു നിൽക്കാൻ ഞാൻ ശ്രമിക്കാം, പക്ഷെ അത് നടക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ ഇവിടുത്തെ മികച്ച ഒരു ഗെയിമറാണ്, അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കാട് കയറി ചിന്തിക്കാതെ സന്തോഷത്തോടെ ടാസ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യസഹായങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും എന്ന് പറയുന്നു. സായി പറയുകയാണ്, വൈദ്യസഹായമൊക്കെ അടിപൊളിയായിരുന്നു, ഡോക്ടർമാരൊക്കെ ട്രീറ്റ് ചെയ്തത് വേറെ ലെവലായിരുന്നു, ഒരു കുഴപ്പവും പറയാനില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയിലാണ്. കാരണം ഈ ഒരു ശാരീരിക പ്രശ്നത്തിൽ നിന്നും ഒരു സ്പീഡി റിക്കവറി പ്രതീക്ഷിക്കുവാൻ കഴിയില്ല. സ്ലോലി മാത്രമേ എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ തന്നെ 10 ആഴ്ച പിന്നിടുകയാണ്. ഇനിയുള്ള ആഴ്ചകളിൽ മുൻപോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഭയവുമുണ്ട് എന്ന് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പുറത്തു പോകണം എന്ന് തന്നെയാണ് സായി പറയുന്നത്. കഴിഞ്ഞ രാത്രിയിൽ റസ്മിനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാനിവിടെ വന്നതിൻ്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കപ്പെട്ടു, എനിക്കിനി ഇവിടെ തുടരണമെന്ന് ഒട്ടും താല്പര്യമില്ല, ഞാൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എന്തിനാണ് സായി ബിബി ഹൗസിനകത്തേക്ക് വന്നത്? കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചതാണ് ഞാൻ. സായിയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സായി ബിബി ഹൗസിനകത്തേക്ക് വന്നത് കപ്പടിക്കുവാനും ഫൈനൽ 5-ൽ എത്തുവാനും വേണ്ടി ഒന്നുമല്ല. ഇപ്പോഴായിരിക്കുന്ന ഒരു പേരൊന്ന് മാറ്റിയെടുക്കുക, ഒരു ബിഗ് ബോസ് ടൈറ്റിൽ തനിക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നായിരുന്നു താൻ ആഗ്രഹിച്ചത്. അത് നേടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഗെയിം കളിക്കുവാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുവാനും ഒന്നിനും താല്പര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇത്രയും ദിവസം അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിൽ ഒരാൾ പോലും സായിക്ക് എതിരല്ല. ഇത്രയും ദിവസം താൻ ആ വീട്ടിൽ നിന്ന് ഒരൊറ്റ വിഷയത്തിലും ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം പോയിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വഴിമരുന്നിട്ട് കൊടുക്കുകയും അതിനകത്ത് ചർച്ചയിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരാൾ പോലും സായിക്കെതിരെ സംസാരിക്കാനുള്ള വഴി തുറന്നു കൊടുത്തിട്ടില്ല. നിലപാടുകൾ ഒന്നും തന്നെ ഇല്ല. നിലപാടില്ലായികയല്ല, നിലപാടുകൾ ഒന്നും തന്നെ പറയാൻ തനിക്ക് താല്പര്യമില്ല. എന്തിനാണ് ആവശ്യമില്ലാത്ത വള്ളിയെടുത്ത് തൻ്റെ തലയിൽ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഈ ഒരു കാഴ്ചപ്പാടിലാണ് സായി ആ വീടിനകത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ചുരുക്കത്തിൽ ബിഗ് ബോസിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് സമൂഹത്തിൽ അറിയപ്പെടുക. ഒരു യൂട്യൂബർ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലിയ സ്ഥാനമാണത്. അത് തനിക്ക് ലഭ്യമായി. ഇനിയിപ്പോൾ മടങ്ങിപ്പോവുക, ഇത് മാത്രമാണ് തൻ്റെ മുൻപിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് താൻ അസുഖബാധിതനല്ലെന്നോ തനിക്ക് വേദനയില്ലെന്നോ ഫേക്കാണ് എന്നോ അല്ല നമ്മൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. രോഗവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട്, ശാരീരികമായി തന്നെ അലട്ടുന്നുണ്ട്. എങ്കിൽ പോലും താൻ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രോഗം എന്നുള്ളതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, താൻ എന്തിനു വേണ്ടി ഇവിടെ വന്നോ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു, ഇനിയിപ്പോൾ തുടരുന്നതിൽ അർത്ഥമില്ല, പോവുകയാണ്. എന്തായാലും ബിഗ് ബോസ് തന്നെ വിടുമോ? എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്? അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.